ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി അനാലിസിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സോ നിഫ്റ്റിയുടെ ചാർട്ട് നോക്കാം. നിഫ്റ്റി ഇന്ന് ഒരു ആദ്യത്തെ കുറച്ച് അവേഴ്സിലൊരു പോസിറ്റീവ് ആയിരുന്നു, പിന്നെ ഷാപ്പ് ഒരു സെല്ലിംഗ് ഉണ്ടായിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം. ഒരു 12 o'clock അടുപ്പിച്ച് 12:30 അടുപ്പിച്ച് ഒരു പിന്നെ സെല്ലിംഗ് ആയിരുന്നു. ബട്ട് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു ഇന്നലെ. US മാർക്കറ്റെല്ലാം ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. സോ അതിൻ്റെ ഇത് ഫർദറായിട്ട് ഇന്ത്യൻ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. സോ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയിട്ട് ഫർദർ മൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടുന്ന് പിന്നെ ഒരു 25,600 റേഞ്ചിലൊക്കെ പോയിട്ടൊരു ഷാർപ്പ് സെല്ലിംഗ് ആയിരുന്നു. എക്സ്ട്രീംലി വോളറ്റൈൽ മാർക്കറ്റ് ആയിരുന്നു ഇന്ന്. രണ്ട് സൈഡ് മൂവ്മെന്റ് ഉണ്ടായിരുന്നു. സോ നമുക്ക് ഒന്ന് ഡെയിലി ക്യാൻഡിൽ നോക്കുമ്പോൾ ഡെയിലി ക്യാൻഡിൽ ഒരു ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അത് വളരെ പോസിറ്റീവ് കാര്യം തന്നെയാണ്. ലാസ്റ്റ് US ട്രേഡ് ഡീലിന്റെ ഗ്യാപ്പ് അപ്പ് ആയ ശേഷം ആ ഒരു ഏരിയ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഫർദർ ബ്രേക്ക് ഡൗൺ ആയിട്ടില്ല. ഒരു 2 വീക്സ് ആയിട്ട് ആ ഒരു ഏരിയ ഓൾമോസ്റ്റ് 1 month ആയി. മോർ ദാൻ 3 വീക്സ് ആയിട്ട് ആ ഒരു ഏരിയ ഹോൾഡ് ചെയ്യണത് അത് നല്ലൊരു പോസിറ്റീവ് കാര്യമാണ്. സോ ആസ് ലോങ് ആസ് ബ്രേക്ക് ഡൗൺ ആയില്ലെങ്കിൽ നമുക്കിത് മുകളിലോട്ടെല്ലാം എക്സ്പെക്ട് ചെയ്യാം. ബ്രേക്ക് ഡൗൺ ആവുകയാണെങ്കിൽ പിന്നെ ഒരു റിവേഴ്സൽ ട്രേഡ് നമുക്ക് റിവേഴ്സലോട്ടുള്ള ചാൻസ് വരുന്നുണ്ട്. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റിയും ഒരു ഹയർ പൊസിഷനിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. 5 മിനിറ്റ് ചാർട്ട് നോക്കുമ്പോൾ 5 മിനിറ്റ് ചാർട്ട് എടുക്കുമ്പോൾ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. ഫർദറായിട്ട് മൂവ്മെന്റ് ഉണ്ടായില്ല. നിഫ്റ്റിയിൽ കുറച്ച് അപ്സൈഡ് മൂവ്മെന്റ് ഉണ്ടായിരുന്നു, ബട്ട് ഇത് അത്ര മൂവ്മെന്റ് ഇല്ലാതെ പോയിട്ട് പിന്നെ അവിടെ നിന്ന് ബ്രേക്ക് ഡൗൺ ആവുമായിരുന്നു. ഓക്കെ, സോ ഇത് ബാങ്ക് നിഫ്റ്റി ഒരു പ്യൂർലി ഒരു സെല്ലിങ് തന്നെ ആയിരുന്നു കമ്പയർഡ് ടു നിഫ്റ്റി നോക്കുമ്പോൾ. പക്ഷെ ഓവറോൾ ഇന്നലത്തെ ക്ലോസിംഗ് വെച്ച് നോക്കുമ്പോൾ 0.01 3 പോയിന്റ്സിന്റെ 4 പോയിന്റ്സിന്റെ ഡിഫറൻസേ ഉള്ളൂ. ഒരു ഇന്നലത്തെ നോക്കുമ്പോൾ ഫ്ലാറ്റ് ആയിരുന്നു, ബട്ട് ഇൻട്രാഡേ ഹൈ നോക്കുമ്പോൾ നല്ലൊരു സെല്ലിംഗ് ഉണ്ടായിരുന്നു. ഓക്കെ, ഓൾമോസ്റ്റ് 500 പോയിന്റ്സിനോളം സെല്ലിംഗ് ഉണ്ടായിരുന്നു ഇൻട്രാഡേ ഹൈ ലോ നോക്കുമ്പോൾ. ഓക്കെ, സോ നമുക്ക് സ്മോൾ ക്യാപ്പ് നോക്കാം. സ്മോൾ ക്യാപ്പ് കുറച്ചും കൂടെ ഒരു പോസിറ്റീവ് കാണിക്കുന്നുണ്ട്. ആ ഒരു ഏരിയയിൽ നിന്ന് സ്മോൾ ക്യാപ്പ് ആ ഒരു ഏരിയയിൽ നിന്ന് ഒരു അപ്സൈഡ് മൊമെന്റം കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു കൺസോൾട്ടേഷൻ അപ്സൈഡ് മൊമെന്റം കാണിക്കുന്നുണ്ട്. മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് ആ ഒരു ഹയർ റേഞ്ചിൽ ഒരു അപ്സൈഡ് മൊമെന്റം കാണിക്കുന്നുണ്ട്. സിൽവർ നോക്കുമ്പോൾ സിൽവർ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്, ഓൾറെഡി ഒരു ബ്രേക്ക് ഔട്ട് ആയിട്ടുണ്ട്. സോ ഇത് ഫർദർ നമുക്ക് മുകളിലോട്ട് ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് മുകളിലോട്ടുള്ള ട്രേഡ് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒരു 100 പോയിന്റ് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അത് കഴിഞ്ഞ ഒരു ഇതിൻ്റെ ഒരു 50% കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സെല്ലിംഗ് വരാനുള്ള ചാൻസ് ഉണ്ട് 100-ലൊക്കെ. ഓക്കെ, സോ ഗോൾഡ് ആണെങ്കിൽ ഗോൾഡ് ഇവിടെ സപ്പോർട്ട് എടുത്തു അത് ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഫർദർ ഇത് ഈ ഒരു ഏരിയ റീടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന്. അവിടെ ബ്രേക്ക് ഔട്ടായി പിന്നെ റിവേഴ്സ് എടുത്ത് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. സോ ഈ ഒരു ഏരിയ തിരിച്ച് റീടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതൊക്കെയാണ് ടെക്നിക്കൽ അനാലിസിസ്. നമുക്ക് ഈ ഹീറ്റ് മാപ്പ് ഒന്ന് നോക്കാം. എല്ലാം ഇൻഡെക്സസും പോസിറ്റീവ് ആയിരുന്നു. നിഫ്റ്റി 0.23 പോസിറ്റീവ് ആയിരുന്നു. HCL ടെക് IT സ്റ്റോക്സ് കുറച്ചൊരു ഇന്ന് കുറച്ച് പോസിറ്റീവ് ആയിരുന്നു. ബജാജ് ഓട്ടോ, ടാറ്റ സ്റ്റീൽ, ശ്രീറാം ഫിനാൻസ് അപ്പായിരുന്നു. ഭാരതി എയർടെൽ, ITC, എറ്റേണൽ 3-4 ദിവസമായിട്ട് ഫോളോ ആവുന്നുണ്ട്. അദാനി പോർട്സ്, റിലയൻസ്, SBI ഇതൊക്കെ ഡൗൺ സൈഡ് മൂവ്മെന്റ് ഉള്ള സ്റ്റോക്ക് ആയിരുന്നു. വേദാന്ത ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ സിങ്ക്, ബോഷ് ലിമിറ്റഡ്, TVS മോട്ടോർ അപ്വേർഡ് ആയിരുന്നു. അദാനി ഗ്രീൻ, ലോധ, അദാനി പവർ, IRFC ഡൗൺ സൈഡ് ആയിരുന്നു. നമുക്ക് മിഡ് ക്യാപ്പ് 150 നോക്കാം. ഇതിൽ ലോയിഡ്സ് SME, മാൻകൈൻ ഫാർമ, നാഷണൽ അലുമിനിയം, ഓറ ഇന്ന് ഫാർമ ഇൻഡെക്സ് മോർ ദാൻ 1.5 അടുപ്പിച്ച് അപ്സൈഡ് ആയിരുന്നു. സോ അതിൻ്റെ ഇതാണ് കാണുന്നത്. KPI ടെക്നോളജീസ് ഒത്തിരി നാളായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ഇന്ന് 4.13 അപ്സൈഡ് ആയിരുന്നു. ഗോദ്രേജ് ഫിലിപ്പ് 2.62, പ്രീമിയർ എനർജി 5.86, വയലർ എനർജി 10.53 നല്ലൊരു താഴോട്ടുള്ള ഫോളോ ആയിരുന്നു. 10.53 ഡൗൺ ആയിരുന്നു. സ്മോൾ ക്യാപ്പ് 250 കൂടെ നോക്കാം. അതിൽ കോൺകോർ ബയോ 17% അപ്പായിരുന്നു. ഇൻഡൽസോ 6.27, ഗ്രാഫൈറ്റ് 5.90 അപ്പായിരുന്നു. സോൻകോപ്പ് 3.77, FSL 4.26 ആൻഡ് വെൽസ്പൺ LIV 4.95 ഡൗൺ സൈഡ് മൂവ്മെന്റ് ആയിരുന്നു. ഇതൊക്കെയാണ് ഈ ഹീറ്റ് മാപ്പ് അനാലിസിസ്. ഇന്ന് ന്യൂസ് പ്രത്യേകിച്ച് ന്യൂസ് ഇപ്പോൾ ഇറാൻ US ടോക്സ് ഐ തിങ്ക് നാളെയാണെന്ന് തോന്നുന്നു ജനീവയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ അതനുസരിച്ചുള്ള ഫർദർ മൂവ്മെന്റ്സ് അതനുസരിച്ചുള്ള ടോക്സ് അനുസരിച്ചുള്ള മൂവ്മെന്റ്സ് ആയിരിക്കും. സോ അതിനു വേണ്ടിയാണ് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഫർദറായിട്ട് ഇന്ത്യയിൽ നിന്ന് പോസിറ്റീവ് നെഗറ്റീവ് ന്യൂസ് ഒന്നുമില്ല. ഒരു ഫ്ലാറ്റ് മീൻസ് ഒരു ട്രിഗർ പോയിന്റ്സ് ഒന്നുമില്ല. ഇനിയിപ്പോൾ ഗ്ലോബൽ ക്യൂസ് അനുസരിച്ചായിരിക്കും
ഇന്ത്യൻ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. മെയിൻലി പ്രോബ്ലം AI ട്രേഡിലാണ്. AI ആൻഡ്രോപ്പിക് എഫക്റ്റ് ഉള്ള ഇന്ത്യൻ IT സ്റ്റോക്സിന് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ലാസ്റ്റ് 1 month ആയിട്ട് മോർ ദാൻ 20% ആണ് IT സ്റ്റോക്സ് ഫോളോ ആയിട്ടുള്ളത്. അത് മെയിൻലി ഇൻഡെക്സ് ഹെവി വെയിറ്റ് ആണ്. അതാണ് നിഫ്റ്റിയിലുള്ള ഇത്രയും, എന്നിട്ട് നിഫ്റ്റി ഒരു ഹയർ പൊസിഷനിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് എ ഗുഡ് തിങ്. സോ ഞാൻ ഇന്നലെ ഒരു ആർട്ടിക്കിൾ വായിച്ചതിൽ എന്തെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മേജർ FIIs എല്ലാം ഇന്ത്യയെ പ്രിഫർ ചെയ്യാത്തതിൻ്റെ കാരണം ഇന്ത്യ ഒരു AI റിവേഴ്സൽ ട്രേഡാണ്. കാരണം ഇന്ത്യയിൽ അധികം AI ഓപ്പർച്യൂണിറ്റി ഇല്ല. സോ AI ഓപ്പർച്യൂണിറ്റി വേൾഡിൽ നിന്നും പീക്ക് ഔട്ട് ആകുമ്പോൾ ദെൻ ദ FIIs വിൽ ഇന്ത്യയിൽ വന്ന് ബൈ ചെയ്യും. അപ്പോഴായിരിക്കും ഇന്ത്യയിൽ ഒരു ബൂം ഉണ്ടാവുക എന്നുള്ള രീതിയിലാണ് ആ ആർട്ടിക്കിൾ പറഞ്ഞിട്ടുള്ളത്. എത്രയാണ് നമുക്ക് അതിൻ്റെ സത്യാവസ്ഥ അറിയത്തില്ല. ബട്ട് എന്തായാലും ഇന്ത്യയിൽ ഒരു AIൻ്റെ ബൂം അടുത്ത കാലത്തൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഈവൻ ദോ ഇൻഫോസിസും TCS ഒക്കെ AI കമ്പനീസ് ആയിട്ട് ഡീൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു സഡൻ ആയിട്ടൊരു ചേഞ്ച് എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഓക്കെ, സോ ഇതെല്ലാമാണ് ഗൈസ് ഇന്നത്തെ ന്യൂസ് അനാലിസിസ്. താങ്ക്സ് ഗൈസ് ഫോർ വാച്ചിങ്.